വിശദമായി കിടക്കുമ്പോൾ ബഹിരാകാശത്ത് പുതുചരിത്രമെഴുതി ISRO വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിജയകരമായി വിക്ഷേപിച്ചു. സൗരപര്യവേക്ഷണത്തിനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളാണ് ഒരേ സമയം വിക്ഷേപിച്ചത്. 6, 5, 4, 3, 2, 1, 0. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4:04 പ്രോബ 3യുടെ വിക്ഷേപണം. ഉപഗ്രഹത്തിലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് ഇന്നലെ നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം മാറ്റിയതിന്റെ ആശങ്കകൾ പൂർണ്ണമായും അകറ്റി PSLV C-59 ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. 1, 0. Majestic liftoff of the PSLV C-59 Proba 3 mission from the Satish. यहाँ PSLV C-59 प्रमोशन यान का सफलतापूर्ण उत्थापन रेंज ऑपरेशन डायरेक्टर ने भी അഭിമാന നിമിഷമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. The PSLV C-59 Proba 3 mission is successfully accomplished. The spacecraft has been placed in the right orbit, which is a very highly elliptical orbit of almost 600 kilometer perigee. That is the closest point to Earth, and 60,000 kilometers at its apogee, the farthest point, and an inclination of 59 degrees. It has been precisely achieved by PSLV in its 61st mission. So congratulations to the entire PSLV project team as well as for Proba team, and we wish all the very best to Proba for their further operations and achieving the mission goals. Congratulations to both the teams. Thank you. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ് പ്രോബ 3. സൗരപര്യവേഷണമാണ് ലക്ഷ്യം. 310 കിലോഗ്രാം ഭാരമുള്ള കൊറോണഗ്രാഫ്, 240 കിലോഗ്രാം ഭാരമുള്ള ഒക്യുൾട്ടർ എന്നീ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് പ്രോബ 3 കുതിച്ചുയർന്നത്. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചായിരുന്നു ദൗത്യം. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ് പ്രോബ 3യിലെ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് കൊറോണഗ്രാഫും ഒക്യുൾട്ടറും സൂര്യനെക്കുറിച്ച് പഠിക്കുക. ഭൌമനിരീക്ഷണത്തിനായി 2001ലും 2009ലും നടത്തിയ പ്രോബ 1, 2 ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് ശേഷമാണ് സൗരപര്യവേഷണത്തിനുള്ള പ്രോബ 3 വിക്ഷേപണം. ന്യൂസ് ഡെസ്ക്, News 18.